ദേശീയപാത 66-ൽ ഗതാഗത നിയമം ലംഘിച്ചുള്ള വാഹനയാത്രയും കാൽനട യാത്രയും അപകടങ്ങൾക്കിടയാക്കുകയാണ്. അശ്രദ്ധയും നിയമങ്ങൾ പാലിക്കാനുള്ള വിമുഖതയും ഗുരുതരമായ അപകടങ്ങൾക്കും ജീവൻ നഷ്ടമാകുന്ന സാഹചര്യത്തിലേക്കും നയിക്കുകയാണ്. 2 മാസത്തിനുള്ളിൽ ദേശീയപാതയിൽ 4 അപകട മരണങ്ങളാണ് ഈ വിധമുണ്ടായത്. ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. ഇതിൽ പലർക്കും ഗുരുതര സ്വഭാവത്തിലുള്ള പരിക്കാണ് ഉണ്ടായത്. ദേശീയപാതയിൽ ഒരു ദിശയിലേക്ക് മാത്രം സഞ്ചരിക്കാനുള്ള ട്രാക്കിൽ എതിർദിശയിലേക്ക് വാഹനം കൊണ്ടുപോകുന്നത് പതിവായതാണ് അപകടങ്ങൾക്കുള്ള ഒരു കാരണം. ഇരുചക്രവാഹന യാത്രികരാണ് ഈ വിധം നിയമം ലംഘിക്കുന്നത്. കാൽനടയാത്രികർ വാഹനങ്ങളെ ശ്രദ്ധിക്കാതെ റോഡ് മുറിച്ചു കടക്കുന്നതും വലിയ അപകട സാധ്യതയാണ്. മേഖലയിൽ ദേശീയപാത ഗതാഗതത്തിനായി തുറന്നുകൊടുത്തതോടെ വാഹനങ്ങളുടെ തോത് വർദ്ധിച്ചിട്ടുണ്ട്. ചീറിപ്പാഞ്ഞു വരുന്ന വേഗതയിലാണ് ഇതുവഴി വാഹനങ്ങൾ കടന്നുപോകുന്നത്. നിലവിൽ ദേശീയപാത നിയമമനുസരിച്ച് ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനും കാൽനടയാത്ര നടത്താനും അനുമതിയില്ല. ഇതെല്ലാം ലംഘിക്കപ്പെടുന്നതാണ് അപകടങ്ങൾക്കിടയാക്കുന്നത്. സർവീസ് റോഡിൽ നിന്ന് താൽക്കാലിക സ്റ്റെപ്പ് ഒരുക്കിയും കല്ല് അടുക്കി വെച്ചുമാണ് റോഡിൻ്റെ ഒരു ഭാഗത്തു നിന്ന് എതിർവശത്തേക്ക് ആളുകൾ കടക്കുന്നത്. നിയമത്തെക്കുറിച്ചുള്ള അജ്ഞത മൂലമാണ് നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്നത്. ജീവന് വില കൽപ്പിക്കാതെ ചിലർ നടത്തുന്ന പ്രവൃത്തികൾ അപകടങ്ങളുടെ തോത് വർദ്ധിപ്പിക്കുകയാണ്. ഇത്തരം വിഷയങ്ങളിൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ക്രിയാത്മകമായ നടപടികൾ ഉണ്ടാകണമെന്നാണ് ഉയരുന്ന ആവശ്യം.